വണ്ടിയിൽ എവിടെയാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള അഡ്രസ്സ് കൊടുക്കും. അത് കുറച്ചൊക്കെ ഹായ് ഓൾ തേരാപ്പരമല്ലിസാണ്. അപ്പോൾ നമ്മൾ യാത്ര നാട്ടിലേക്കാണ്. നമ്മൾ ദുബായ് എയർപോർട്ടിലുള്ളത് ടെർമിനൽ 2-ൽ. പിന്നെ അത് നമ്മളെ കൊണ്ടാക്കാൻ വിധു സേതു പിന്നെ ഞാനും റനീഷും ഒരുമിച്ചാട്ടോ. അപ്പോൾ കണ്ണൂരേക്കാണ് ടിക്കറ്റ്. അപ്പോൾ ഓക്കെ, ബാക്കി ഉള്ളിൽ പോയിട്ട് നോക്കാം എന്താ പരിപാടിയുണ്ട്. ഓക്കെ, പിന്നെ ഒരുപാട് സമയമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വെറുതെ അങ്ങോട്ട് തെക്കുവടൊക്കെ നടന്നടിക്കുന്നു അല്ലേ? എന്താ എന്നാന്ന് പറയുന്നത്? കുഴപ്പമൊന്നുമില്ല ഇവിടെ. ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ച അത്ര വലിയ ഇതൊന്നുമില്ലല്ലോ, അത്ര സ്ട്രിക്റ്റ് ഒന്നുമില്ല. ശരിക്കും സാധാരണ നമ്മൾ ആദ്യം വരുന്നത് അതേപോലെ തന്നെ. പിന്നെ പറഞ്ഞ നമ്മൾ രണ്ടാളും ഒരു സ്ഥലത്തേക്ക് പോകണം കേട്ടോ, ക്വാറന്റൈനിലേക്ക്. കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ ഒരു വീട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ബാക്കി ഇനിയിപ്പം പിന്നെ ബാക്കി നോക്കാം നമുക്ക്, ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ. അങ്ങനെ ദുബായ് എയർപോർട്ടിനുള്ളിൽ പ്രത്യേകിച്ചൊരു ചെക്കിങ് കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ വരുമ്പം ഫസ്റ്റ് വരുന്ന പോലെയുള്ളൊരു തന്നെയാണ്, സ്വാഭാവികമായിട്ട് വരുന്നൊരു ചെക്കിങ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ മാസ്ക് എല്ലാവരും ധരിച്ചിട്ടുണ്ട്, ഗ്ലൗസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എല്ലാവരും ഇടുന്നില്ല. പിന്നെ നമ്മളെ സേഫ്റ്റി നമ്മളെ നോക്കുക, ആ ഒരു ലെവലിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇവിടെ. ഇനി നാട്ടിലെങ്ങനെയാണെന്നറിയില്ല, നമുക്കതാണ് പിന്നെ നോക്കാം കാര്യങ്ങൾ എങ്ങനെയാണുള്ളത്. അപ്പോൾ നല്ല ബെസ്റ്റ് ഫുഡ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ രണ്ട് സാൻഡ്വിച്ചിനുണ്ട്. അതാണ് സാൻഡ്വിച്ചിനൊക്കെ 15 റൺസ്. വിശപ്പുണ്ട്, രാവിലെ തന്നെ അവിടെ നിന്ന് വിട്ടുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല. സാൻഡ്വിച്ചിന് വന്നിട്ട് നോക്കാം. റെഡി ആയിട്ട് നമ്മുടെ സാധനം കഴിക്കാനുള്ളൊരു സെറ്റപ്പ് കൂടി നമ്മൾ കണ്ടെത്തണം. അത് തോന്നാൻ ഇതിപ്പോൾ ഇവിടുന്ന് വാങ്ങിയിട്ട് നമുക്ക് ക്യാപ്സിൻ്റെ അവിടെ പോയി കഴിക്കാൻ പറ്റില്ല, പ്രശ്നമല്ല. നോക്കാം നമുക്ക്. ഈ ടേബിളിൻ്റെ എടുക്കുക, അവിടെ ടേബിളുണ്ട്, സെറ്റപ്പുണ്ട്, അവിടെ പോയി കഴിക്കും. അപ്പോൾ നമ്മൾ റീഷായി നമ്മൾ സാൻഡ്വിച്ച് പൊളിക്കുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, ഒരു 1.5 സാൻഡ്വിച്ച് കഴിക്കണം. 15 മുതലുണ്ട്. അത് ഭയങ്കര പാക്കിങ് തന്നെ ഭയങ്കര പൈസ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളവിടെ കിട്ടുമ്പോൾ പേപ്പറിലുള്ള സാൻഡ്വിച്ച് തന്നെ. ബ്രെഡാ? ബ്രെഡ് സാൻഡ്വിച്ച് അല്ലേ? ഓക്കെ, അപ്പോൾ ഓക്കെ, അവിടുത്തെ കഴിക്കട്ടെ. അപ്പം ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്കുള്ള ബസ്സിലാട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മളെ 7 ഗേറ്റ് തൂക്കി വെക്കുന്നുണ്ട് ഈ ഗേറ്റിന്. അപ്പോൾ അത് കറക്റ്റ് എല്ലാവരും 7 കിലോന് എടുക്കാൻ നോക്കും. കാരണം വെച്ചാൽ എനിക്ക് ഫ്ലൈറ്റ് കുറച്ച് ടഫ് തന്നെയാണ്. പിന്നെ വെച്ചാൽ എൻ്റെത് 9 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 2 കിലോ അവർ എടുപ്പിച്ചു. പിന്നെ ലാപ്ടോപ്പ് ഇതെല്ലാം കൂടി ഒരു 10-11 വരെ മാക്സിമം പോകും. പക്ഷേ എൻ്റെ ലാപ്ടോപ്പും ക്യാമറ എല്ലാം ഉള്ളതുകൊണ്ട് വെയിറ്റ് കുറച്ചധികമായി. ഇപ്പോൾ 2 കിലോ കളയുണ്ടാവും. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോ. ഇന്ത്യക്ക് വന്ന് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് പിന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ കാര്യം ഫ്ലൈറ്റിലെത്തിയിട്ട് നോക്കാം. നമ്മളാണ് ഇവിടത്തേക്കുള്ള ബസ്സിലിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെത്തിയിട്ടാണ്. ഒരു ഹെൽമെറ്റ് ഉണ്ട്, ഒരു മാസ്ക് ഉണ്ട്. ഇതെന്താണ്? സാനിറ്റൈസർ ആയിരിക്കില്ല, സാനിറ്റൈസർ. പിന്നെ നടുക്കിരിക്കുന്നതൊക്കെല്ലാം PP കിറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ എടുക്കില്ല, ഞാൻ മിക്കവാറും ഇടേണ്ടി വരും. എല്ലാവരും ഇടുന്നുണ്ടോ? ഒരു വക എല്ലാ ആൾക്കാരും ഇടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഓക്കെ, ഞാൻ ഇതൊന്ന് എടുത്തേ. ഓക്കെ, ഇത് പിന്നെ കിട്ടേ പറ്റൂട്ടോ. നടുക്ക് സീറ്റിലിരിക്കുന്നത് നീക്കിയിട്ട് എന്തെങ്കിലും ഇടണം. അതാണ് സംഭവം. സേഫ്റ്റി നിർബന്ധമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് ഇട്ട് ഓക്കെ. ഭയങ്കര ചൂടും കുഴപ്പമില്ല, സേഫ്റ്റിയല്ലേ ഫസ്റ്റ്. E-cigarettes and consumption of personal alcohol is not permitted and is a punishable offence. Smoke detectors in the lavatories will alert the cabin crew immediately. Kindly refrain from using personal cleaning products in the cabin as they may interact with disinfectants already used for sanitization and may cause a negative reaction. आपातकालीन स्थिति में अगर विमान को पानी पर उतरना पड़े तो सीट के नीचे रखी रक्षा जैकेट को पाउच से निकालें और इस सर के ऊपर से पहने। अब स्ट्रैप को सामने से बकल में डालें और एडजस्ट करें। रक्षा जैकेट से हवा भरें। ध्यान रखें कि द्वार से बाहर निकलने से पहले आप रक्षा जैकेट में हवा भर लें। यदि आप ओवर विंग द्वार से बाहर निकल रहे हैं तो रक्षा जैकेट में हवा बाहर निकलने के बाद ही भरें। विमान कर्मी दल की अनुमति के बिना रक्षा जैकेट को इस विमान से हटाना वर्जित है। In the unlikely event of a water landing, take the life jacket placed in a pouch under your seat and slip it over your head. Secure the strap around your waist with a buckle. Pull എയർപോർട്ടിൻ്റെ പുറത്തെ സ്ഥിതിയുണ്ടോ? ഇതാണ് കൊറോണ. ഈ ക്വാറന്റൈനിലേക്ക് നമുക്ക് പോകണ്ടോ അല്ലേ? നാളെ പുറത്തെത്തി നമ്മൾ വണ്ടി എത്തിയില്ല. വണ്ടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ വണ്ടി കയറിയിട്ട് പറയാം അല്ലേ? അതാണ് കുറച്ചും കൂടി നല്ലത്. നല്ല വിശപ്പുണ്ട്. കാരണം വെച്ചാൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, രാവിലെ കിട്ടിയല്ലേ. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇവിടെ എത്തിയിട്ട് കിട്ടുമോ അല്ല തരുമോ ഒന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നോക്കട്ടെ, നമ്മൾ വണ്ടി വരാനായിട്ടുണ്ട്. ഓക്കെ, വണ്ടി കയറിയിട്ട് ബാക്കി കാര്യം പറയാം. അങ്ങനെ നമ്മളെ ഇത് ദുബായ് റോഡൊന്നും കേട്ടോ, നമ്മുടെ കണ്ണൂർ എയർപോർട്ടിൻ്റെ റോഡാണ് കേട്ടോ. നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടല്ലേ ഇപ്പോൾ. ചെടികളിലും വന്നു കേട്ടോ. സംഗതിയിൽ ഇഷ്ടംപോലെ ഫ്ലൈറ്റിൽ ഇറങ്ങേണ്ട സ്ഥലമുണ്ട്. പക്ഷേ ഇവർ അതിനുള്ള സെറ്റപ്പ് ആക്കൂല എന്തെങ്കിലും അല്ലേ? സ്റ്റെപ്പ് റോഡ് ഇത് ഗൾഫിൽ നിന്ന് നേരെ വന്നിട്ട് ഇതിപ്പോൾ വണ്ടി ഞാൻ തന്നെ ഓട്ടുന്ന കേട്ടോ. വണ്ടി ഇവിടെ കൊണ്ടുതന്ന് അവർ പോയി. വണ്ടി ഓടിക്കുന്ന നമ്മളിനി അടുത്ത ക്വാറന്റൈൻ ചെയ്തിട്ട് അടുത്തൊരു വീട് സെറ്റപ്പ് ആക്കിയിട്ട് അവിടത്തേക്കാണ് പോകുന്നത്. ദുബായിൽ ഓടിക്കുന്ന പോലെ ഓടിച്ച് ഇവിടെ പണി കിട്ടും.
ഇപ്പം തന്നെ ഇൻഡിക്കേറ്റർ ഉണ്ടാ മറ്റേ വൈപ്പറിൽ ഇടുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ണൂർ എയർപോർട്ടിൻ്റെ എന്താ പറയുക എൻട്രൻസ് കമാനം അല്ലേ? നിങ്ങൾ ഫസ്റ്റ് അല്ലേ ഇടാ? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങളെ കൂടെ കിട്ടും. അപ്പോൾ നമ്മൾ എന്താ നമ്മൾ റൂമിലേക്ക് പോകുന്നത്. ഇത് വണ്ടി വരുന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ഈ കൊറോണ മറ്റേ ഒരു 6 മാസത്തിലും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളെ ബാഗെല്ലാം ഒന്ന് സാനിറ്റൈസർ ചെയ്യുന്നുണ്ടല്ലേ? സാനിറ്റൈസറിങ് ആണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പിന്നെ നമ്മളെ എന്താണ് ബോർഡിംഗ് പാസ്. ബോർഡിംഗ് പാസ് ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ല. അതാണ് ഇതിൻ്റെ മെയിൻ. അതിൽ ഒരു സീല് ചെയ്യാണ്ട് പിന്നെ അത് സീല് ചെയ്താലും പിന്നെയും മിസ്സാക്കാൻ പാടില്ല. പിന്നെ അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വരുന്നത് നമ്മുടെ അഡ്രസ്സെല്ലാം കൊടുക്കണം. നമ്മുടെ ക്വാറന്റൈനിൽ എവിടെയാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള അഡ്രസ്സ് കൊടുക്കണം. അത് കുറച്ച് ഇപ്പുറം തന്നെ വേറെ ഒരു കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിൽ എത്തിയിട്ടാകുമ്പോൾ നമ്മൾ ക്വാറന്റൈൻ നിൽക്കുന്ന അഡ്രസ്സ് നമ്മൾ വീട്ടിലാണെങ്കിൽ വീട്ടിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ 7 ദിവസമോ 14 ദിവസമാണോ എന്ന് അവർ പറയും. പിന്നെ അപ്പോൾ അവർ അഡ്രസ്സ് കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ മട്ടന്നൊരു വീട്ടിലേക്കെന്ന് പറഞ്ഞില്ല, അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കാര്യങ്ങൾ. പിന്നെ നേരെ ലഗേജ് എടുക്കുക. വേറെ കൊറോണ ആയിട്ട് അങ്ങനെ വലിയ ഇതൊന്നുമില്ല അല്ലേ? ഇനിയിപ്പം എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് ദുബായ് എയർപോർട്ടിലാണ്. അവിടെ ഒരു സീനും ഇല്ല. നേരെ വരുമ്പോൾ സാധാരണ വരുന്ന പോലെ തന്നെ ഒരു സീനും ഇല്ല കേട്ടോ. അടിപൊളിയായിട്ട് അവിടെ നിന്ന് കയറിയിട്ട് പിന്നെ എനിക്ക് കുറച്ച് ഇവിടെയാണ് കുറച്ച് ഇതായിട്ട് തോന്നുന്നത്. നാട് കുറച്ച് അടിപൊളിയാകുന്നുണ്ട് എന്താ നാട്ടിലെ. പിന്നെ വേറെ 4 ബെസ്പാണ് ഇപ്പം നിലവിൽ. അപ്പം വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി ഫുഡെല്ലാം കഴിച്ചിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഡൺ. അപ്പോൾ നമ്മളെ വീടെത്തിയേട്ടാ. ഇതാണ് ചെറിയൊരു വീടാണ്, കുഴപ്പമൊന്നുമില്ല. തൽക്കാലം ഒരു 7 ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ആക്കാം. നമ്മൾ വണ്ടി കുട്ടപ്പനെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അടുത്തൊരു വയലെല്ലാം ഉണ്ട്, നല്ല സെറ്റപ്പ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. രാവിലെ എണീച്ചാൽ നല്ല സുപ്രഭാതം കേൾക്കുമെന്നറിയില്ല, അമ്പലം ഉണ്ടെന്ന് അറിയില്ല, നോക്കണം. പിന്നെ 2 ആൾക്കാർക്ക് ഉണ്ടാ. ഇതാണ് നമ്മൾ പറഞ്ഞത് നമ്മളെ മിഥുവിൻ്റെ അനിയനത് നിൽക്കുന്നത്. അത് പിന്നെ പരിചയപ്പെടാം. അതെന്ന് വെച്ചാൽ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇത് നമ്മളെ മച്ചനാണ്, അതും പിന്നെ പരിചയപ്പെടാം. അപ്പോൾ ഓക്കെ, ഇതെല്ലാം കാര്യങ്ങൾ കേട്ടോ. ഇനിയിപ്പം ഒന്ന് കുളിക്കണം, ഫ്രഷ് ആവണം. പിന്നെ ഇനിയിപ്പോൾ 7 ദിവസം ക്വാറന്റൈൻ അല്ലേ? ക്വാറന്റൈൻ. എനിക്ക് ക്വാറന്റൈൻ കഴിഞ്ഞിട്ടാകുമ്പോൾ റനീഷ് ഭായി നാട്ടിലേക്ക് പോകും. മലപ്പുറത്തേക്കാണ് വേണ്ടത്. അപ്പോൾ വേറെ എന്താ? അപ്പോൾ ഇത് എപ്പോൾ ഇങ്ങനെ പറഞ്ഞേക്കേണ്ട ആവശ്യമില്ലല്ലേ? എല്ലാവരും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ. ഇനിയിപ്പോൾ നാട്ടിലെ വീഡിയോ ആയിട്ടാണ് കൂടുതലുണ്ടാവുക. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. 14. 7 ദിവസം വീട്ടിലും വേണം. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.